നമസ്കാരം, ഐശ്വര്യയാണ്. നമ്മളിപ്പം 2-3 ദിവസം കൊണ്ട് യൂട്യൂബ് ഓണാക്കിയാൽ നമ്മൾ കാണുന്നത് മൊത്തം അമ്മയെ കൊന്നു, സഹോദരനെ തലക്കടിച്ചു കൊന്നു, ബന്ധുമിത്രാദികളെ അപ്പൂപ്പനെ അമ്മൂമ്മയൊക്കെ കൊന്നു. ഇപ്പോൾ ഒരു കുഞ്ഞിനെ ഇന്ന് നോക്കിയപ്പം വേറൊരു കുഞ്ഞിനെ, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇതിപ്പോൾ ഒരു 80കളിലോ 90കളിലോ ഒന്നും ഇത് കാണുന്നില്ല. ആ കാലഘട്ടം നിങ്ങളൊന്ന് ബാക്കപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അന്നേരമൊന്നും ഇങ്ങനത്തെ ബന്ധങ്ങൾക്കിടയിൽ ഇങ്ങനെ മൂല്യച്യുതിയോ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇങ്ങനൊന്നും പേരൻസിനെ ചെയ്യുന്നതൊന്നും എവിടെയും കാണുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും മുമ്പൊന്നും ഇല്ലാത്ത സംഭവങ്ങൾ ഇപ്പം ആവർത്തിക്കുന്നത്? ഇപ്പോഴത്തെ ഈ 2000 മുതലുള്ള കുട്ടികളിലാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള പ്രവണതകൾ കൂടുതലായിട്ട് കാണുന്നത്. ഇതെന്തുകൊണ്ടായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും അതിൻ്റെ റീസൺ? അതിൻ്റെ പ്രധാന കാരണം മറ്റൊന്നുമല്ല, ഭയം ഇല്ലായ്കയാണ്. പേടിയില്ല. ഒന്ന്, ദൈവത്തെ പേടിയില്ല, രക്ഷകർത്താക്കളെ പേടിയില്ല, ഗുരുക്കന്മാരെ പേടിയില്ല, അധ്യാപകർക്ക് തിരിച്ച് വടി കൊടുക്കണമെന്നേ. നമ്മൾ പണ്ട് അച്ഛനെയും അമ്മയൊക്കെ പേടിച്ചിരുന്നില്ലേ? ആ ഒരു അവസ്ഥയിലേക്ക് എത്തണം. കഴിഞ്ഞാൽ പേടിച്ച് കാണുമ്പോൾ വിറയ്ക്കുക എന്നുള്ളതല്ല, ആ പേടിക്ക് വേറെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പോൾ അത് നഷ്ടപ്പെട്ടതാണ് മെയിൻ കാരണം. ദൈവത്തെ പേടിയില്ല. നമ്മൾ മറ്റാരും കണ്ടില്ലെങ്കിലും ദൈവം കാണും എന്ന് ദൈവഭയമുള്ള ഒരു കുട്ടി ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യില്ല. ഏത് മതത്തിലായിക്കോട്ടെ, നമ്മൾ ഏത് മതത്തിൽ നമ്മൾ ജനിച്ചോ, നമ്മുടെ മക്കളെ ദൈവഭയത്തോടു കൂടി പേരൻസ് വളർത്തണം. തീർച്ചയായിട്ടും ദൈവഭയം ഇല്ലാത്ത മക്കളിലാണ് ഇങ്ങനെ വരുന്നത്. അധ്യാപകരെ ഭയം ഉണ്ടാവണം. അല്ലാതെ അധ്യാപകരൊരു വഴക്ക് പറഞ്ഞാൽ ഉടനെ വീട്ടിൽ വന്നിട്ട് വീട്ടുകാർ ഇടിയും കൊണ്ട് അവിടെ ചെല്ലുന്നതല്ല. നമുക്ക് പണ്ട്, എനിക്കിന്നും എൻ്റെ അധ്യാപകരെ പേടിയാണ്. പേടി മീൻസ് എനിക്ക് ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അറിയാതെ എൻ്റെ കൈ തൊഴുതു പോകും. ദൈവഭയമില്ലാത്ത വളരുന്ന തലമുറയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പേരൻസിനോടുള്ള ഒരു അപേക്ഷയാണ്. നിങ്ങൾക്കൊരു പക്ഷേ ചില പേരൻസിന് ഒട്ടും ദൈവമുണ്ടെന്ന് ചിന്തിക്കാതെ അവരവരുടെ കഴിവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. ആയിക്കോളൂ, നല്ല കാര്യം തന്നെ. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ദൈവഭയത്തിൽ വളർത്തണം. പേരൻസിനെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. രക്ഷകർത്താക്കളെ, അതായത് അപ്പൂപ്പനെയും അമ്മൂമ്മയും ആൾക്കാരോടൊക്കെ ഒരു ബഹുമാനം കാണിക്കാൻ പഠിപ്പിക്കണം. അധ്യാപകരെ ഭയം, അവരോടൊരു പേടി ഉണ്ടാകണം. ടീച്ചറോട് പറയും എന്ന് പറയുമ്പോൾ ഒരു ഭയം ഉണ്ടാകണം. അങ്ങനെ മക്കളെ വളർത്തണം. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്ന മക്കളിൽ ഈ ദൈവഭയത്തോടു കൂടിയും മാതാപിതാവിനെയും ബഹുമാനിച്ചും പേടിച്ചും സ്വല്പം അത് കാണുമ്പോൾ പേടിച്ച് വിറയ്ക്കുക, എന്തെങ്കിലും പറയാൻ പേടിക്കുക, അങ്ങനെയൊന്നുമല്ല. നമ്മുടെ മക്കൾക്ക് നമ്മളെപ്പോഴും ഫ്രണ്ട്സ് ആയിരിക്കണം. എല്ലാം തുറന്നു പറയാനൊരു സ്പേസ് ഉണ്ടാവണം. അതിൻ്റെ കൂടെ നിങ്ങളെ ഒരു പേടി ഉണ്ടാവണം. നിങ്ങൾ പറഞ്ഞാൽ അവർക്ക് സങ്കടം വരണം. നിങ്ങൾ സങ്കടപ്പെട്ടൊരു കാര്യം പറഞ്ഞാൽ അവർക്കൊരു വിഷമം വരണം. ആ രീതിയിൽ നിങ്ങൾ വളർത്തണം. ദൈവഭയം തീർച്ചയായിട്ടും ഏത് മതത്തിലാണേലും ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാൻ പഠിക്കണം. ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ കാൽപാദത്തിലാണ് സ്വർഗമെന്ന്. ആ അമ്മയെയാണ് മകൻ ചുറ്റികയെ കടിച്ചു കൊന്നിരിക്കുന്നത്. ആ കുഞ്ഞ് ഖുറാൻ പഠിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അവനങ്ങനെ ചെയ്യില്ല. ഖുറാൻ നന്നായി ഈ പുണ്യമാസത്തിൽ ഇങ്ങനെ നമുക്ക് പറയേണ്ടി വരുമ്പോൾ കാര്യം ആ കുഞ്ഞ് ആ ഖുറാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അവനങ്ങനെ ചെയ്യില്ല. കാര്യം അതിലത് പറഞ്ഞിട്ടില്ല, അതിൽ പറഞ്ഞിരിക്കുന്ന അതല്ല. അപ്പോൾ അതിന് ദൈവത്തെ ഭയമുള്ളവൻ എന്തായിരുന്നേനും ദൈവം പറഞ്ഞ വാക്കിനെ ഫോളോ ചെയ്തേനും. പൂർണ്ണമായിട്ടല്ലെങ്കിലും അവനത് പേടിച്ച്, ആ ഒരു പേടി ഉണ്ടാവും. ദൈവഭയമില്ലാതെ വളരുന്ന സമൂഹമാണ് ഈ രീതിയിൽ അധപ്പതിച്ചു പോകുന്നത്. അടുത്തത് ഇന്ന് രാവിലെ ആയപ്പം അടുത്ത കുഞ്ഞിനെ കൊന്നു. എന്തോന്നാണ് ഇത്? എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇനിയുള്ള തലമുറയെങ്കിലും ഈ ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മളുടെ വീട്ടിൽ നിന്നല്ലേ തുടങ്ങാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇനി ഒരമ്മയ്ക്കും ആ അമ്മയ്ക്കുണ്ടായ അവസ്ഥയും ആ സഹോദരനുണ്ടായ ഒരവസ്ഥയും ഒരു അമ്മയ്ക്ക് ഉണ്ടാവാതിരിക്കട്ടെ. നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം. എല്ലാ അമ്മമാരുടെയും മനസ്സിൽ എന്ത് സങ്കടം ഉണ്ടായി കാണും. ശരിക്കും ഇത് കേട്ടിട്ടുള്ള അമ്മമാരൊക്കെ ഇത്രയും സങ്കടപ്പെട്ടിട്ടുണ്ടാവും എന്നൊന്ന് ആലോചിച്ച് നോക്കി. ഈ കാര്യം തലമുറയെ ഓർത്ത് ഭയമാണ്. ചെയ്തത് ഭർത്താവല്ല, ശത്രുക്കളല്ല, അന്യരല്ല, സ്വന്തം നൊന്തുപെറ്റ മകനാണ്. അവൻ പറഞ്ഞതൊക്കെ നുണയാണ്. അവർക്കൊരു 50 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞത് നുണയാണ്. അതൊന്നുമില്ല. അപ്പോൾ കൊല്ലണം എന്ന്, അല്ലെങ്കിൽ സ്നേഹം കൊണ്ടാണെങ്കിൽ അവൻ വിഷം കഴിച്ചിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞു. കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരെ കൊല്ലണം എന്ന് തന്നെയല്ലേ? ആ കുഞ്ഞു മോനൊരു കണ്ണില്ല, ഒരു കണ്ണ് തുറന്നിരിക്കുകയാണ്, മറ്റേ കണ്ണിൻ്റെ അവിടെ ഹോളാണ്. അപ്പോൾ ആ കുഞ്ഞു മോൻ്റെ കണ്ണിന് ആമർ വെച്ചടിച്ചു. അപ്പം ആ മോൻ്റെ ഒരു കണ്ണില്ല, അവിടെ ഒരു ഹോള് മാത്രം. അമ്മയുടെ നെറ്റിക്കടിച്ചിട്ട്
ബാക്ക് വശം വരെ കിഴിഞ്ഞിരിക്കുകയാണ്. അവനെവിടെയാടോ സ്നേഹം? അവനെ നൊന്തുപെറ്റ വയറിനോട് അവൻ എന്തെങ്കിലും കടപ്പാടുണ്ടോ? പക്ഷേ ആ അമ്മ പറഞ്ഞിരിക്കുന്നത് എന്തോന്നറിയോ? ഇപ്പോഴും കട്ടിലിൽ നിന്ന് വീണെന്ന. അതാണമ്മ. കാര്യം ആ അമ്മ ഈ കാലഘട്ടത്തിൻ്റെ അല്ല. അവരുടെ രക്ഷകർത്താക്കൾ അവരെ വളർത്തിയ രീതിയുടേതാണ് അവരങ്ങനെയും ഇവനിങ്ങനെയുമായതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനിയുള്ള ഒരു മക്കളും ഇങ്ങനെയുള്ളതാവാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ അമ്മമാർക്കും നമ്മുടെ മക്കളെ എൻ്റെ പൊന്നു മോനല്ലേ, എൻ്റെ പൊന്നു മോളെന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ പറ്റട്ടെ. അവർക്ക് എൻ്റെ അമ്മ അല്ലെ എൻ്റെ അച്ഛൻ എന്നും പറഞ്ഞ് ജീവിക്കാൻ പറ്റട്ടെ. ഇനിയുള്ള തലമുറയെങ്കിലും അങ്ങനെ ആവാൻ നമുക്ക് പ്രാർത്ഥിക്കാം.